എല്ലാവർക്കും നമസ്കാരം. നല്ല ദീർഘായുസ്സ് ഉണ്ടാകുന്നതിനും നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനും ജപിക്കേണ്ട ഉത്തമ മന്ത്രമാണ് ആയുർഗോപാല മന്ത്രം. ഉത്കൃഷ്ട മന്ത്രമെന്നോ കൺകണ്ട മന്ത്രമെന്നോ പറയാം ഈ ആയുർഗോപാല മന്ത്രത്തെ. അത്രയ്ക്ക് മാത്രമാണ് ഈ ആയുർഗോപാല മന്ത്രം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് മുന്നിൽ എടുത്ത് വെച്ച് അതിൻ്റെ മുന്നിൽ നിലവിളക്ക് 2 ദീപനാളം വരത്തക്ക വിധമോ 5 ദീപനാളം വരത്തക്ക വിധമോ നെയ്യൊഴിച്ച് എള്ളെണ്ണ ഉപയോഗിച്ച് നിലവിളക്ക് കത്തിക്കുക. അല്പം പൂവെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ചിരിതൂവി നിൽക്കുന്ന കണ്ണനെ, ഗുരുവായൂർ കണ്ണനെ, ഒരു കൈയിൽ വെണ്ണയും മറുകൈയിൽ ഓടക്കുഴലും തിരുമുടിയിൽ പീലിയും ചാർത്തി നിൽക്കുന്ന ചിരിതൂവി കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ജപിക്കുക. ദേവകീ സുതഗോവിന്ദം വാസുദേവു ജഗൽപതി ദേഹിമേ ശരണം കൃഷ്ണ ത്വാമകം ശരണം ഗതം. അർത്ഥം പറയാം. ദേവകീ സുത, ദേവകിയുടെ പുത്രനായവനെ, ഗോവിന്ദ, ഗോക്കളെയും ഭൂമിയെയും പരിപാലിക്കുന്നവനെ, വാസുദേവ, എല്ലായിടത്തും വസിക്കുന്നവനെ, ജഗൽപതി, പ്രപഞ്ചത്തിന്റെ നാഥനായവനെ, ദേഹിമേ ശരണം കൃഷ്ണ, ഹേ കൃഷ്ണ, എനിക്ക് അഭയം നൽകിയാലും, ത്വാമകം ശരണം ഗതം, ഞാൻ ഭഗവാനെ അഭയം പ്രാപിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. ഈ അർത്ഥം മനസ്സിലാക്കി ദിവസവും രാവിലെയും വൈകിട്ടും 108 തവണയോ 20 തവണയോ 12 തവണയോ ജപിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. മക്കളുടെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി അമ്മമാർക്ക് ജപിക്കാം. പൊതുവെ എല്ലാവരുടെയും ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി അമ്മമാർക്കോ ആർക്ക് വേണമെങ്കിലും ജപിക്കാം. ഈ മന്ത്രം പൂർണ്ണമായ വിശ്വാസത്തോടെ ആ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുക മാത്രം ചെയ്യാൽ മതി. ആര് ഈ മന്ത്രം ജപിക്കുന്നുവോ, ആര് ഈ മന്ത്രം കേൾക്കുന്നുവോ, അവർക്ക് നല്ല ദീർഘായുസ് ഉള്ളവരും നല്ല ആരോഗ്യമുള്ളവരായി തീരും. ഇത് സത്യമുള്ള കാര്യമാണ്. ഇത് പലരും അനുഭവമുള്ള കാര്യമാണ്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് പൂർണ്ണമായും വിശ്വാസത്തോടെ ഈ മന്ത്രം ജപിക്കുക. ഫലം സുനിശ്ചിതം. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ല ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.